ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ ക്ഷമിക്കാൻ കൃപ നൽകണമേ എന്ന്. നമ്മുടെ ജീവിതം ഇന്നേ വരെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ കുഞ്ഞുനാൾ മുതൽ ഇന്നാൾ വരെ നമ്മളെ വേദനിപ്പിച്ച ഒരുപാട് വ്യക്തികളുണ്ട് ഇല്ലേ? നമ്മളെ മാനസികമായി തകർത്ത വ്യക്തികൾ, ശാരീരികമായി പീഡിപ്പിച്ച വ്യക്തികൾ, നമ്മുടെ സത്കീർത്തി നശിപ്പിച്ച വ്യക്തികൾ, നമ്മളെ ഒറ്റപ്പെടുത്തിയവർ, അവഗണിച്ചവർ, കുത്തുവാക്കുകൾ പറഞ്ഞവർ, അകറ്റി നിർത്തിയവർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഉയർച്ചയിൽ നമ്മുടെ കൂടെ ഉണ്ടായി, നമ്മളെ തളർച്ചയിൽ നമ്മളെ വല്ലാതെ അങ്ങനെ തഴഞ്ഞു കളഞ്ഞ വ്യക്തികൾ ഇല്ലേ? ഉണ്ട്. ഒത്തിരി പേര് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈശോ പറയുന്നതെന്നറിയോ? നമുക്ക് ആരോടെങ്കിലും ഇങ്ങനെ വെറുപ്പുണ്ടെങ്കിൽ, ഇന്നലെകളിൽ നമ്മളെ ചതിച്ച, വഞ്ചിച്ച, വേദനിപ്പിച്ച വ്യക്തികളോട് വെറുപ്പുണ്ടെങ്കിൽ ഈശോയ്ക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല. കൃപയായി, സമാധാനമായി, സന്തോഷമായി, വിടുതലായി ഈശോയ്ക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല. ദൈവ മനുഷ്യ ബന്ധത്തിനിടയിലുള്ള വലിയൊരു തടസ്സമാണ് വെറുപ്പ്, വൈരാഗ്യം, ശത്രുതാ മനോഭാവം എന്ന് പറയുന്നത്. വചനം പറയുമല്ലോ, മത്തായി 5:23-24, നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് നീ ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക എന്ന് പറയുക. സഹോദരനുമായി രമ്യതപ്പെടണം, എങ്കിലേ കർത്താവ് നമ്മുടെ ബലി സ്വീകരിക്കത്തുള്ളൂ എന്നാണ് വചനം ക്ലിയറായിട്ട് പറയുക. പോട്ടേന്ന് ഇന്നുകളിൽ വേദനിപ്പിക്കുന്ന വ്യക്തികളോട് ക്ഷമിക്കുന്നേ. അവർ ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, ബുദ്ധിസ്ഥിരതയില്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. നിങ്ങളുടെ സിറ്റുവേഷനെക്കുറിച്ചൊരു ബോധമില്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തു പോയത്. ജഡിക മനുഷ്യരായതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തു പോയത്. സ്വർഗത്തെക്കുറിച്ചൊരു ചിന്ത പോലും ഇല്ലാത്ത വ്യക്തികളായതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തു പോയത്. പോട്ടെ, നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവരും ബലഹീനരും പാപികളും അല്ലേ. ക്ഷമിക്കാനുള്ള കൃപ കർത്താവ് തരട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ഈശോയെ ക്ഷമിക്കാൻ, പൊറുക്കാൻ കൃപ നൽകണമേ എന്ന് ടൈപ്പ് ചെയ്യുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.